Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ Kallarikals Gold Park, Payyanur. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്പീക്കർ എൻ ഷംസീർ. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലെന്നും എൻ ഷംസീർ. വിശ്വാസത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുന്ന നടപടിയാണ് BJP ചെയ്യുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയല്ല ഒരു സർക്കാരിന്റെ കടമയെന്നും MA ബേബി. വാർത്തകൾക്ക് പകരം ബിസിനസ്സിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞതായി കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ. ജനാധിപത്യത്തിലെ 4ാം തൂണെന്ന വിശേഷണത്തിന് മാധ്യമങ്ങൾ അർഹരല്ലാതായി കഴിഞ്ഞെന്നും K. ഗോവിന്ദൻ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയും ഫെഡറലിസവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം തന്നെ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മതനിരപേക്ഷ രാഷ്ട്രം എന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം തന്നെ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പ്രാണഹത്യയാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യം അട്ടിമറിക്കപ്പെട്ടതായും KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയും ഫെഡറലിസവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സംസ്ഥാനം എന്തെങ്കിലും വെച്ച് രൂപമാണ് ഇന്ത്യ. അവിടെയും ചർച്ച, അവിടെ ചർച്ച നടന്നത് ഇതെങ്ങനെയാവണോ, ഇന്ത്യ മതി എന്നാണ് പറഞ്ഞത്. ഇന്ത്യ മതി എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ഇന്ത്യ മതി പോരാ, പകരം ഭാരതം നാക്കണം. ഭാരതം എന്നാക്കണം എന്ന് പറഞ്ഞപ്പോ ദൈവനാമത്തിൽ തുടങ്ങണം എന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന HV കാമത്ത് പറഞ്ഞ അത് ആവശ്യമില്ല. കാരണം കമലാപതി ത്രിപാഠിയെ പോലുള്ള ആളുകൾ പറഞ്ഞു ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഒരു പരിഭാവനത്വമുണ്ട്. ഇത് പരിഭാവനത്വം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഭാരതം എന്നാക്കണം. അപ്പോഴാണ് HV കാമത്ത് പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, ഇന്ത്യ എന്ന് മാത്രം മതി. ഈ ഭരണഘടന ഓരോ അവകാശങ്ങൾ നൽകുന്നു. 395 ആർട്ടിക്കിൾ. ഈ രാജ്യത്ത് 2024 എത്തുമ്പോഴേക്കും ഈ ഭരണഘടന അംബേദ്കറുടെ വാക്കുകൾ, അംബേദ്കർ എത്ര ഫോർകാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഈ ഭരണഘടന ചീത്തയാളുടെ കൈകളിൽ എത്തപ്പെട്ടാൽ ആ ഭരണഘടന ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് 949 നവംബർ മാസം 25-ാം തീയതി ശ്രീ BR അംബേദ്കർ പരാമർശിച്ചുവെങ്കിൽ അത് ശരിയാണ് എന്ന് കാലം തെളിയിക്കുന്നു. അതിന്റെ ഭാഗമാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അഡ്വക്കേറ്റ് P. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CP പ്രമോദ് വിഷയം അവതരിപ്പിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന, K. രഞ്ജിത്ത്, KC സുനിൽ, CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ, KSKTU ജില്ലാ സെക്രട്ടറി V. നാരായണൻ, K. ശശീന്ദ്രൻ, PV സുരേന്ദ്രൻ, K. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വിശ്വാസത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുന്ന നടപടിയാണ് BJP ചെയ്യുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. CPIM ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ P കൃഷ്ണപിള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക എന്നത് സർക്കാരിന്റെ ജോലിയല്ല. ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന നരേന്ദ്രമോദി അയോധ്യയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോകുമോ? നവകേരള സദസ് അധികാര വികേന്ദ്രീകരണത്തിന്റെ പുതിയ പരീക്ഷണമാണെന്നും ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ P കൃഷ്ണപിള്ള മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് MA ബേബി പറഞ്ഞു. നമ്മളെ തന്നെ ചുറഞ്ഞു നോക്കിയാൽ ചില മോശം ബോധത്തിന്റെ ചില അംശങ്ങൾ ബാക്കി കിടക്കും. പക്ഷെ വലിയ തോതിൽ അത് മാറി. അത് മാറ്റിയത് ഈ ചെങ്കൊടി പ്രസ്ഥാനമാണ്. പന്തിഭോജനം നടത്തി ജന്മിമാരുടെ ചൂഷണത്തിനെതിരായി ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നെല്ലറകളിൽ ധാന്യം പൂഴ്ത്തിവെച്ചിരുന്ന മനുഷ്യത്വമില്ലായിരുന്ന ഭൂസ്വാമിമാർ, ആ ഭൂസ്വാമിമാരെ പാഠം പഠിപ്പിച്ച് പട്ടിണി കിടക്കുന്നവർക്ക് നെല്ലറകളിൽ അടച്ചുപൂട്ടി കരിഞ്ഞു നടത്താൻ വെച്ചിരുന്ന നെല്ല് പിടിച്ചെടുത്ത് വിതരണം ചെയ്ത് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്, ചെങ്കൊടി പ്രസ്ഥാനമാണ്. അങ്ങനെയാണ് ഈ ഗ്രാമം പാർട്ടി ഗ്രാമമായി മാറിയത്. വെറുതെ അല്ല, ഒരുപാട് ത്യാഗത്തിലൂടെയാണ്. രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞു. ത്യാഗം സഹിച്ചിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്. പക്ഷെ ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ചില ഇടർച്ചകൾ ഉണ്ടാകുന്നു. മധുവിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഇത് ഈ പുനർവിഭജനമൊക്കെ വരുന്നതുകൊണ്ട് ഇതേത്, ഈ പ്രദേശം ഏത് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്? കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പലേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക പഠന കേന്ദ്രം TI മധുസൂദൻ MLAയും മീഡിയ സെന്റർ മുൻ MLA C കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. PV ബാലൻ പതാക ഉയർത്തി. V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, KV ഗോവിന്ദൻ, PV വത്സല, KK കൃഷ്ണൻ, K കണ്ണൻ, PP സിദിൻ, MV സുനിൽകുമാർ, KM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. T വിജയൻ സ്വാഗതം പറഞ്ഞു. സുരേഷ് പള്ളിപ്പാറ നയിച്ച നാട്ടറിവ് പാട്ടുകൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. വാർത്തകൾക്ക് പകരം ബിസിനസ് എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിയതോടെ ജനാധിപത്യത്തിലെ നാലാം തൂണെന്ന വിശേഷണത്തിന് മാധ്യമങ്ങൾ അർഹരല്ലാതായി കഴിഞ്ഞെന്ന് കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോത്തായിമുക്കിൽ നടന്ന മാധ്യമ സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനുവരി 23-ന് പയ്യന്നൂർ COA ഭവനിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കോത്തായിമുക്കിൽ മാധ്യമ സംവാദം സംഘടിപ്പിച്ചത്. കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നാണ് TOI, ടൈംസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ വിനീത് ജെയിൻ അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം ഇന്ന് മാധ്യമപ്രവർത്തകരൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, വി ആർ നോട്ട് ഇൻ ദ ന്യൂസ് പേപ്പർ ബിസിനസ്, വി ആർ ഇൻ ദ അഡ്വർടൈസിംഗ്, വി ആർ ഡൂയിങ് അഡ്വർടൈസിംഗ് ബിസിനസ്. കാരണം എന്താണ്? അവരുടെ ആകെ വരുമാനത്തിന്റെ 90% അഡ്വർടൈസ്മെന്റിലൂടെയാണ് ലഭിക്കുന്നത്. ഞാൻ വാർത്ത വിൽക്കുന്നത് വെറും 10%, അതായത് സബ്സ്ക്രിപ്ഷനിലൂടെ സാധനം വിൽക്കുന്നത്, പ്രൊഡക്റ്റ് വിൽക്കുന്നത് വെറും 10% വരുമാനം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ വ്യക്തമായി. അപ്പൊ കൂടുതൽ ആളുകളെ പരസ്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന, കൂടുതൽ പരസ്യം ലഭിക്കുന്ന, കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി മാറി എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അതോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ടു എന്നാണല്ലോ അതിന്റെ മലയാളം. അപ്പൊ നമ്മളിപ്പോഴും 4th എസ്റ്റേറ്റ് ആണ് മാധ്യമങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ അധിനിവേശം, ഈ മാധ്യമരംഗത്തെ മൂലധന അധിനിവേശത്തിന്റെ കുത്തൊഴുക്കിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ജയിലിൽ പോകേണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർ കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് രാജ്യത്തെന്ന് K ഗോവിന്ദൻ പറഞ്ഞു. മാധ്യമങ്ങൾ പലതും കോർപ്പറേറ്റുകൾ കൈയടക്കിയതോടെ പ്രസ് കൗൺസിൽ എന്ന സംവിധാനത്തിന്റെ പ്രസക്തി ഇല്ലാതായി. മൂലധന ശക്തികളുടെ അധിനിവേശം മാധ്യമ മേഖലയെ കൈയടക്കിയതോടെ ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്ന വിശേഷണത്തിന് മാധ്യമങ്ങൾ അർഹരല്ലാതായി മാറിക്കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾക്ക് പകരം ബിസിനസ് എന്നത് മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ അധ്യക്ഷനായി.
24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, കേരള വിഷൻ സീനിയർ ചീഫ് സബ് എഡിറ്റർ KB ലിബീഷ്, ഗദ്ദിക എഡിറ്റർ VK രവീന്ദ്രൻ, എതിർദിശ എഡിറ്റർ PK സുരേഷ് കുമാർ, പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് പച്ച രാജീവൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. COA സംസ്ഥാന കമ്മിറ്റി അംഗവും നെറ്റ്വർക്ക് ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ K സജീവ് കുമാർ സ്വാഗതവും പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KV പ്രഭാത് കുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന വേദികളാകണം ഉത്സവാഘോഷങ്ങളെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് ഇതെല്ലാം. ആരാധനാലയങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ. ആ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് മതേതരത്വത്തിൻ്റെ കരുത്തും ശക്തിയും. അതുകൊണ്ട് ഇതുപോലെ സാംസ്കാരിക സായാഹ്നങ്ങളും കൂട്ടായ്മകളും നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കുന്ന, വിശുദ്ധമാക്കുന്ന, സംസ്കൃതീകരിക്കുന്ന ഉദാത്തമായ ഉന്നതമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണമെന്നതാണ് അതിൻ്റെ ലക്ഷ്യം. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ കക്കോപ്രവൻ, MP പുഷ്പകുമാരി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ P വിനോദചന്ദ്രൻ, ജനറൽ കൺവീനർ TV കുഞ്ഞിരാമൻ, വർക്കിംഗ് ചെയർമാൻ TV സുഭകൻ, MP ഉണ്ണികൃഷ്ണൻ, P ജനാർദ്ദനൻ, K സജീവൻ, EP ഹേമചന്ദ്രൻ, VKV മനോജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി, ധനശ്രീ പ്രശാന്ത് വെങ്ങരയുടെ സംഗീത കച്ചേരി എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടി നടന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 603 ദിവസക്കാലം നീണ്ടുനിന്ന സമരം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരെ പറ്റിയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സമരത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഈ സമരത്തിൽ വന്നത്? താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കും ഗ്രന്ഥലോകം മാസികയ്ക്ക് ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത പട്ടേന ജനശക്തി ഗ്രന്ഥാലയത്തിനുമുള്ള ഉപഹാരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിതരണം ചെയ്തു. എതിർദിശ മാസിക പത്രാധിപർ PK സുരേഷ് കുമാർ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എന്ന വിഷയം അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ P രാമചന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് CV വിജയരാജ്, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചില്ല. പിലാത്തറയിൽ പ്രദേശവാസികൾ റീത്തുമായി പ്രതിഷേധ പ്രകടനം നടത്തി. പിലാത്തറ CM നഗർ റോഡിന്റെ ശോചനീയമായ അവസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധമുയർന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ 5ാം വാർഡിൽ ഉൾപ്പെട്ട പിലാത്തറ CM നഗർ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റീത്തുമായാണ് നാട്ടുകാർ പ്രകടനം നടത്തിയത്.
കഴിഞ്ഞ ഒക്ടോബറിൽ റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തി എം വിജിൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റീടാറിംഗ് പ്രവൃത്തി ആരംഭിക്കാത്തതിനാലാണ് പ്രതിഷേധം ഉയർന്നത്. CM നഗറിൽ നിന്നും പിലാത്തറ ബസ് സ്റ്റാൻഡ് വരെയാണ് നാട്ടുകാർ റീത്തുമെടുത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ യോഗത്തിൽ KG വർഗീസ്, സ്റ്റാൻലി പാട്രിക്, സിസ്റ്റർ ആശ, ജാസ്മിൻ രാജീവ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിരന്തരം മുറവിളി കൂട്ടുകയും അധികാര കേന്ദ്രങ്ങളിൽ അധികാരികളുടെ മുൻപിൽ നമ്മുടെ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇന്നുവരെ അതിനുണ്ടാക്കുവാൻ വേണ്ടി അധികാരികൾ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ള നഗ്നസത്യം ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എന്താവശ്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നതിനും ജനങ്ങളെ സേവിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ അധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. ആ അധികാരികൾ ഇത് ഒരു ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. നമ്മുടെ അവകാശം നമ്മൾ ചോദിക്കുമ്പോൾ ആ അവകാശങ്ങൾക്ക് നേരെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. പയ്യന്നൂരിൽ നടന്ന പായസ വിതരണം ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം വനിത. പയ്യന്നൂർ വിഘ്നേശ്വര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പായസ വിതരണം നസീമ ബീഗം ഉദ്ഘാടനം ചെയ്തു. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പയ്യന്നൂരിൽ മധുര വിതരണം നടന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ശുഭമുഹൂർത്തത്തിലാണ് പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തിയത്. തെക്കേ ബസാറിൽ പയ്യന്നൂർ വിഘ്നേശ്വര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. നമ്പ്യാത്രക്കുവൽ ശിവക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നടന്ന പരിപാടിയിൽ നസീമ ബീഗം HL ഹരിഹര അയ്യർക്ക് പായസം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു നിമിത്തമായിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. രാമരാജ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യവും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നാളുകളാവട്ടെ ഇനി അങ്ങോട്ടുള്ളത്. സമിതി പ്രസിഡന്റ് NK ഭാസ്കരൻ അധ്യക്ഷനായി. സെക്രട്ടറി KV ദിനേശൻ, തിരിക്കരിപ്പൂർ രാമകൃഷ്ണൻ നമ്പ്യാർ, രാമചന്ദ്രൻ കോത്തായ്മുക്ക്, ലക്ഷ്മണൻ കുന്നരു, പ്രകാശൻ വെള്ളൂർ, PU സുഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ മധുര വിതരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ, ദിനേശ് കണിയാംകുന്ന്, അഭിലാഷ് ചീറ്റ, ശ്രീജു ആലക്കാട്, ധനൂപ് കോറോം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മധുര വിതരണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കൻ കേരളത്തിൽ 6 പതിറ്റാണ്ട് കാലം സംഗീത സബര്യ നടത്തിയ ഡോക്ടർ C ഗോപാലകൃഷ്ണൻ എന്ന വേണു മാസ്റ്ററെ അദ്ദേഹത്തിന്റെ ശിഷ്യരും സുമനസ്സുകളും ചേർന്ന് ആദരിച്ചു. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദര പരിപാടി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ട് കാലം കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സംഗീത സബര്യ നടത്തിവരുന്ന പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ C ഗോപാലകൃഷ്ണൻ എന്ന വേണു മാസ്റ്ററെ ശിഷ്യരുടെയും സുഹൃത്തുക്കളുടെയും അദ്ദേഹത്തോടൊപ്പം വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തികളുടെയും നേതൃത്വത്തിൽ ഗുരുവന്ദനം എന്ന പേരിൽ ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചു. ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ഇത്
രമേഷിന് അങ്ങനെ ഒരു സംഭവം ഞാനാണ് സൂത്രം പറയുന്നത്. അതിന് CR മാഷ് എന്നെ പഠിപ്പിച്ച ആ കേസിന് ഉപകാരപ്പെടും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒരു സംഭവം നമുക്ക് പിടിക്കാൻ പറ്റും, ഏത് കാര്യം. അങ്ങനെയാണ് എപ്പോഴും പിന്നെ ഗുരുത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വേണുമാഷിന്റെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു കുടുംബത്തിന്റെ ഒരു സവിശേഷതയും ആ ഗുരുത്വം നിറച്ചുള്ളതാണ്. TK അശോകൻ വേണുമാസ്റ്ററെ പരിചയപ്പെടുത്തി. പ്രൊഫസർ M രാജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വെള്ളോറെ ദാമോദരൻ മാസ്റ്റർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം മേധാവി ഡോക്ടർ N മിനി, NV കൃഷ്ണൻ മാസ്റ്റർ, കണ്ണൂർ ബാലകൃഷ്ണൻ, കാമ്പ്രത്ത് മാധവൻ, ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത്, സീതാ ശശിധരൻ, രാജൻ കരിവെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനം ജനുവരി 23-ന് പയ്യന്നൂർ COA ഭവനിൽ നടക്കും. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനം ജനുവരി 23-ന് ചൊവ്വാഴ്ച പയ്യന്നൂർ COA ഭവനിൽ നടക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കോത്തായിമുക്കിൽ മാധ്യമ സംവാദം സംഘടിപ്പിച്ചു. COA കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6, 7 തീയതികളിൽ കണ്ണപുരത്തും, സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് വെച്ചുമാണ് നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുങ്കളിയാട്ടം നടക്കുന്ന കാപ്പാട്ട് കഴകത്തിൽ ഭഗവതിയുടെ തിരുമുടികൾക്കായുള്ള കവുങ്ങും മുളയും കൊണ്ടുവരാനുള്ള സ്ഥാനികരും ബാല്യക്കാരും ഉൾപ്പെട്ട സംഘം പുറപ്പെട്ടു. കല്യോട്ട്, മുളവന്നൂർ കഴകങ്ങളിൽ നിന്നാണ് മുളയും കവുങ്ങും എത്തുക. കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങും മുളയും കൊണ്ടുവരാൻ കാപ്പാട്ട് കഴകത്തിൽ നിന്ന് കല്യോട്ട്, മുളവന്നൂർ കഴകങ്ങളിലേക്ക് സ്ഥാനികരും ബാല്യക്കാരും ഉൾപ്പെട്ട സംഘം പുറപ്പെട്ടു. കാപ്പാട്ട് കഴകത്തിൽ അടിയന്തരം നടത്തിയ ശേഷം കാപ്പാട്ട് ഭഗവതിയുടെയും പുതിയ പറമ്പൻ ദൈവത്തിൻ്റെയും പുള്ളി ഭഗവതിയുടെയും വിഷ്ണുമൂർത്തിയുടെയും കോമരങ്ങൾ പുറത്തെ തിരുവായുധമായ ചുരിക കൈലേന്തി ജന്മാശാരിയെയും കൂട്ടി കോയ്മമാർക്കും കാരണവന്മാർക്കും തെയ്യക്കാരുടെ വാദ്യമേളത്തിനുമൊപ്പം പുറപ്പെട്ടപ്പോൾ ബാല്യക്കാരും ഒപ്പം ചേർന്നു. കണ്ണമംഗലം കഴകം, പിലിക്കോട്, വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രം സ്ഥാനികരും കാൽവരക്കാരും ഉൾപ്പെടെ വിവിധ ക്ഷേത്രം സ്ഥാനികരും ബാല്യക്കാരും ചേർന്ന സംഘം സന്ധ്യയോടെ കല്യോട്ട് കഴകത്തിന് മുന്നിലെത്തി. കഴകത്തിലെ സ്ഥാനികരും ബാല്യക്കാരും സംഘത്തെ ആചാരപൂർവ്വം വരവേറ്റു. ചൊവ്വാഴ്ച രാവിലെ 7:30-നും 8:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ കല്യോട്ട് കഴകത്തിൽ നിന്ന് ജന്മാശാരി PV രാഘവൻ ആചാരി കവുങ്ങിന് ആചാരവിധി പ്രകാരം കയ്യുള്ളി കൊണ്ട് കൊത്തിടും. തുടർന്ന് അവകാശികൾ കവുങ്ങ് മുറിച്ചിടുമ്പോൾ നിലത്ത് വീഴാതെ ബാല്യക്കാർ ചുമരിലേറ്റും. ഇതേ മുഹൂർത്തത്തിൽ തന്നെ മുളവന്നൂർ കഴകത്തിൽ നിന്ന് മുളയും മുറിച്ചെടുക്കും. രാത്രി 9 മണിയോടെ ഘോഷയാത്ര കാപ്പാട്ട് ഭഗവതിയുടെ തിരുസന്നിധിയിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം മാഠായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതനിരപേക്ഷ ഇന്ത്യ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പിലാത്തറ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയുടെ കാവലാളാകാനുള്ള ആഹ്വാനവുമായി പുരോഗമന കലാസാഹിത്യ സംഘം മാഠായി മേഖലാ കമ്മിറ്റിയുടെ സാംസ്കാരിക കൂട്ടായ്മ പിലാത്രയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ കവിതയും ഗാനങ്ങളും വരയും പുല്ലാങ്കുഴലും നാടകവുമായി സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടി. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും ഗ്രഹാം സ്റ്റെയിൻസ് നിർബന്ധപൂർവമായി മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് തെളിയിക്കപ്പെട്ടത്. ഈ കൊടും പാതകത്തിന്റെ പേരിൽ BJPയുടെ നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിൽ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്ത മനുഷ്യർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ ഇടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ ഒരു മനുഷ്യനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ദുരാരോപണ വിധേയരായി ചുട്ടുകൊന്നതിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് അതിന്റെ ഓർമ്മദിനത്തിൽ നാം ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. കഥാകൃത്ത് TP വേണുഗോപാലൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ജോൺസൺ പുഞ്ചക്കാട്, കൃഷ്ണൻ നടുവലത്ത്, പ്രദീപ് മണ്ടൂർ, KK സുരേഷ്, രാജേഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കണ്ണൂർ രൂപത 10ാമത് ബൈബിൾ കൺവെൻഷൻ ജനുവരി 24 മുതൽ 28 വരെ പിലാത്തറയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 28 രാവിലെ 9:30 കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ബൈബിൾ പ്രതിഷ്ഠയോടെയാണ് കൺവെൻഷൻ തുടങ്ങുന്നത്. വചനപ്രഘോഷകൻ ബ്രദർ സാബു ആറുതൊട്ടിയിലാണ് വചനപ്രഘോഷണം നടത്തുന്നത്. കൺവെൻഷന്റെ ഭാഗമായി രാവിലെ 11 മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 25 പട്ടുവം തിരുക്കുടുംബ ഇടവക വികാരി ഫാദർ ജേക്കബ് ജോസ് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 26 മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 27 നടക്കുന്ന ദിവ്യബലിക്ക് കോട്ടയം രൂപത സഹായമെത്രൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സമാപന ദിവസമായ 28 നടത്തുന്ന ദിവ്യബലിക്ക് കണ്ണൂർ രൂപത മെത്രൻ ഡോക്ടർ അലക്സ് വടക്കുംതല പ്രധാന കാർമ്മികത്വം വഹിക്കും. കൺവെൻഷന്റെ സമാപനത്തോടനുബന്ധിച്ച് കണ്ണൂർ രൂപതയുടെ യുവജന വർഷം ഉദ്ഘാടനം നടക്കും. റിട്ടയർഡ് KSCB ജീവനക്കാരൻ K. വിജയകുമാർ ഹിന്ദിയിൽ എഴുതി പൂർത്തിയാക്കിയ ബൈബിൾ കയ്യെഴുത്ത് പ്രതിയുടെ പ്രകാശനവും നടക്കും. 24 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കൺവെൻഷൻ. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ ബെന്നി മണപ്പാട്ട്, ഫാദർ റോണി പീറ്റർ, ബെന്നി കുറുപ്പഞ്ചേരി, P. ആന്റണി, K. വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ ഏരിയ വനിതാ നേതൃത്വ പരിശീലന ക്യാമ്പ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു. നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ ഏരിയ വനിതാ വേദി നേതൃപരിശീലന ക്യാമ്പ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അച്യുതൻ പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. K. ശിവകുമാർ വിശദീകരണം നടത്തി. പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവന്റെ പരിണാമ സിദ്ധാന്തം എങ്ങനെയാണ്, ഒരു ലഘുഘടനയുള്ള ജീവിയിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഘടനയോടുകൂടിയ ജീവികൾ ഭൂമിയിൽ ആവിർഭവിച്ചത് എന്നുള്ളത് വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ ആദ്യമായി ശാസ്ത്രലോകത്തിലേക്ക് പറഞ്ഞു വിട്ട പുസ്തകമാണ് സെലക്ഷൻ ഉള്ള പുസ്തകം. BK ഓമന ടീച്ചർ, E. സുജാത, സുജന തുടങ്ങിയവർ ക്ലാസ് എടുത്തു. VP സുകുമാരൻ, പുഷ്പ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കിലയുടെ പരിശീലന കേന്ദ്രമായി കരുവള്ളൂർ പെരളം പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ആദ്യ ദ്വിദിന പരിശീലനം ജനുവരി 24, 25 തീയതികളിൽ നടക്കും. നമ്മുടെ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് ലേണിംഗ് സെൻ്ററായി ആദ്യപടി ഉയർത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഭരണസമിതിയും നമ്മുടെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് കില ആദ്യ ദ്വിദിന പരിശീലനം ജനുവരി 24, 25 തീയതികളിൽ നടക്കും. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം, ആലപ്പുഴയിലെ കരുവാറ്റ എന്നീ പഞ്ചായത്തുകളിലെ 40 പ്രതിനിധികൾ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കും. ഗ്രാമത്തിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള കരിവള്ളൂർ തനിമ, ജപ്പാൻ വയലറ്റിന്റെ ഗുണങ്ങൾ, സ്ത്രീ ശാക്തീകരണം, കൃത്യത, കൃഷിയുടെ വിജയം, സമഗ്ര വായനായജ്ഞം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ നടക്കും. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലെ വേറിട്ട കാഴ്ചകൾക്ക് യാത്രകളും നടത്തും. ഇതുവരെ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശീലന കേന്ദ്രമായി പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. 4 തവണ സ്വരാജ് ട്രോഫി നേടിയിട്ടുണ്ട്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം, സ്ത്രീ പദവി പഠന പുരസ്കാരം, ഭാരതരത്ന രാജീവ് ഗാന്ധി പുരസ്കാരം, ദേശീയ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്നീ അവാർഡുകളും കരുവള്ളൂർ പെരളം പഞ്ചായത്ത് നേടിയിട്ടുണ്ട്. പരിശീലന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ, പഞ്ചായത്ത് അംഗം TV നാരായണൻ, സെക്രട്ടറി K. ശൈലജ, P. രവീന്ദ്രൻ എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSSPU പയ്യന്നൂർ കൊക്കാനിശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുനിസിപ്പൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU കൊക്കാനിശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുനിസിപ്പൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടങ്ങി താഴെത്തട്ടിലെ ലാസ്റ്റ് സർവന്റ് തൊട്ട് നേരെ വരെയുള്ള വിവിധ ആളുകൾക്ക് വിവിധ തരം സംഘടനകളുണ്ടായി. ആ സംഘടനയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പൊടിയുടെ നിലവില്ലാതെ, പദവി വ്യത്യാസമില്ലാതെ, താഴെത്തട്ടുള്ള പാർട്ട് ടൈം ജീവനക്കാരെ തൊട്ട് ഏറ്റവും ഉയർന്ന തസ്തികയുള്ള പ്രസിഡന്റ് NK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV രവീന്ദ്രൻ, മുനിസിപ്പൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PV ലക്ഷ്മണൻ, മുനിസിപ്പൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി,
അച്യുതൻ പുത്തലത്ത്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു. 2024-25 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ റോട്ടറി ക്ലബ്ബും പിലാത്തറ ആർച്ചി കൈറ്റ്സ് എഡ്യൂക്കേഷനും സംയുക്തമായി പിലാത്തറയിൽ ജനുവരി 26-ന് റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരം നടത്തുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ചരിത്രബോധവും പൗരബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആർച്ചി കൈറ്റ്സ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പിലാത്തറ റോട്ടറി ക്ലബ്ബുമായി ചേർന്ന റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരം നടത്തുന്നു. പിലാത്രയിലും പരിസരങ്ങളിൽ നിന്നുമുള്ള LP UP വിഭാഗങ്ങളിലെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 32 സ്കൂളുകളെ ഉൾപ്പെടുത്തിയാണ് മത്സരം നടത്തുക. 2 ഘട്ടങ്ങളിലായി നടത്തപ്പെടുന്ന ക്വിസ് മത്സരത്തിൽ ആദ്യ ഭാഗം സ്കൂളുകളിലും ആദ്യ ക്വിസ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 വിദ്യാർത്ഥികളെ ടീമുകളാക്കി പിലാത്തറ റോട്ടറി ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ ഗ്രാൻഡ് ഫൈനൽ ക്വിസ് മത്സരം നടത്തും. റിപ്പബ്ലിക് ദിന ക്വിസ് ഗ്രാൻഡ് ഫൈനൽ മത്സരം ജനുവരി 26-ന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പിലാത്തറ റോട്ടറി കോൺഫറൻസ് ഹാളിൽ നടക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും വിജയികൾക്ക് ക്യാഷ് പ്രൈസും വിവിധ സമ്മാനങ്ങളും ട്രോഫിയും വിതരണം ചെയ്യും. മികച്ച സ്കൂളിന് പ്രത്യേക മികവിനുള്ള പുരസ്കാരവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8281016662 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് KP മുരളീധരൻ, PV സുരേന്ദ്രനാഥ്, K ചാത്തുക്കുട്ടി നമ്പ്യാർ, K അരവിന്ദാക്ഷൻ, ആർച്ചി കൈറ്റ്സ് പ്രതിനിധികളായ ബിന്ദു സുരേഷ്, ഷനിൽ ചെറുതാഴം തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോ നടത്തി. വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. പയ്യന്നൂർ ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോ നടന്നു. 107ഓളം കുട്ടികൾ ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. ഗാദാശങ്കർ KV, ഫാത്തിമ തെറീഫ നൌഫൽ AC എന്നിവർ വിജയികളായി. 1ാം സമ്മാനമായി ഗോൾഡ് കോയിനും 2ഉം 3ഉം സമ്മാനങ്ങൾ നേടിയവർക്ക് ക്യാഷ് പ്രൈസും നൽകി. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടേഴ്സായ ജംഷീർ, ജബ്ബാർ, അബൂബക്കർ, സതീശൻ, ഇക്ബാൽ, സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ എന്ന ഏജൻസി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 ലാപ്ടോപ്പുകൾ നൽകി. മുൻ MLA TV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ എന്ന ഏജൻസി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 4 ലാപ്ടോപ്പുകൾ നൽകി. മുൻ MLA TV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N രാജേഷ്, എമിറേറ്റ്സ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ CEO ഗണേഷ് ഷേണായി, ഹെഡ് മിസ്റ്റേഴ്സ് S വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവത്തിന്റെ തുടക്കമായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചുണ്ട തട്ടുമ്മൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവസ്ഥാനത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ചുണ്ട തട്ടുമ്മൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവസ്ഥാനത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. നിരവധി വിശ്വാസികൾ ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ തിടമ്പ് നൃത്തം, നഗരപ്രദക്ഷിണം, പറയെടുപ്പ് എന്നിവയും സമാപന ദിവസമായ 26-ന് വെള്ളിയാഴ്ച ആറാട്ടിന് എഴുന്നള്ളിപ്പ്, ആറാട്ടുബലി, വലിയ കാണിക്ക എന്നിവയും നടക്കും. ശേഷം ഉച്ചയ്ക്ക് നടക്കുന്ന ആറാട്ട് സദ്യയോടുകൂടി ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
ആയിക്കരപ്പറമ്പ് തുളുവാടത്ത് ധർമ്മദൈവസ്ഥാനം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും തുടക്കമായി. കുനിമ്മൽ ഗംഗാധരൻ ഗുരുസ്വാമി കാർമ്മികത്വം വഹിച്ചു. കുനിമ്മൽ ഗംഗാധരൻ ഗുരുസ്വാമികളുടെ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠാദി കലശാദി കർമ്മങ്ങൾ നടന്നു. കണ്ടനാർക്കേളൻ വെള്ളാട്ടം, വയനാട്ടു കുലവൻ വെള്ളാട്ടം, പ്രസാദ ഊട്ട്, കുടിവീരൻ തോറ്റം, ശേഷം കുടിവീരൻ, ഗുളികൻ തോറ്റം, കണ്ടനാർക്കേളൻ പുറപ്പാട്, വയനാട്ടു കുലവൻ, ഗുളികൻ ദൈവം പുറപ്പാട് എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി മാലോട്ട് തറവാട് ശ്രീ തായി പരദേവതാ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2024 ജനുവരി 22, 23 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്പീക്കർ എൻ ഷംസീർ. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലെന്നും എൻ ഷംസീർ. വിശ്വാസത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുന്ന നടപടിയാണ് BJP ചെയ്യുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയല്ല ഒരു സർക്കാരിന്റെ കടമയെന്നും MA ബേബി. വാർത്തകൾക്ക് പകരം ബിസിനസ്സിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞതായി കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ. ജനാധിപത്യത്തിലെ 4ാം തൂണെന്ന വിശേഷണത്തിന് മാധ്യമങ്ങൾ അർഹരല്ലാതായി കഴിഞ്ഞെന്നും K. ഗോവിന്ദൻ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.